ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഏറ്റവും ക്വാളിറ്റിയുള്ള അണ്ടർ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 10 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അണ്ടം നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെർട്ടിലൈസേഷനും പോസിബിൾ ആവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എഗ്ഗ് പൂർണ്ണമായിട്ട് ഒന്ന് ഗ്രോ ആകാനായിട്ട് എടുക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 90 ഡേയ്സ് ആണ്. നമ്മൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ എഗ്ഗ് ഗ്രോ ആകുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ എഗ്ഗ് ഏതൊക്കെ എഗ്ഗാണോ ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകേണ്ടത്, ആ എഗ്ഗിനെ ഡിസൈഡ് ചെയ്യുന്നത് ഒരു 3 months മുമ്പായിരിക്കും. അതായത് ഈ മാസം നവംബർ ആണെങ്കിൽ ഏകദേശം ഒരു ജൂലൈ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസം മുതൽക്ക് തന്നെ ഏതൊക്കെ എഗ്ഗ് ഈ ഒരു നവംബർ മാസത്തിലോട്ട് പ്രിപ്പയർ ആകണമെന്ന് നേരത്തെ തന്നെ നമ്മുടെ ബോഡി സെലക്ട് ചെയ്ത് വെക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 90 ഡേയ്സ് എടുത്തിട്ടാണ് ആ ഒരു അണ്ടം പൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ച എത്തുന്നത്. ഈ സമയത്ത് നമ്മൾ മാക്സിമം ശരീരത്തിന് ഒരുപാട് ചേഞ്ചസ് ഒക്കെ, ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുകയാണ്, ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ആ ചേഞ്ചസ് ശരീരത്തിൽ നമുക്ക് എളുപ്പത്തിൽ വിസിബിൾ ആകാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന 90 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ഡയറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈ സമയങ്ങളിൽ ഒരുപാട് നമ്മൾ വിഷമിക്കുകയോ ഒരുപാട് നമ്മൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് അതെല്ലാം കാരണമാകും കേട്ടോ. ഏതെല്ലാം ഫാക്ടേഴ്സാണ് എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ പ്രായമാണ്. ഒരു 20s-നും 30s-നും ഇടയ്ക്കുള്ള സമയത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ 30s ഒക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ഡിമിനിഷ് ആകാനായിട്ട് തുടങ്ങും. 40s ഒക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി ഡിമിനിഷ് ആകും. അതായത് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കുറയും. എല്ലാവർക്കും അതുപോലെ കുറഞ്ഞിട്ട് പ്രഗ്നൻസി കിട്ടില്ല എന്നല്ല കേട്ടോ. പക്ഷെ പല ആളുകൾക്ക് മറ്റു പല ഫാക്ടേഴ്സും കൂടി ഒരുമിച്ച് വരുമ്പോഴേക്കും എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും പ്രഗ്നൻസി കിട്ടാതിരിക്കുന്നതിനും അത് കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ്, എൻവയോൺമെൻറ്റൽ ടോക്സിൻസ്, സ്ട്രെസ്, മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ ജെനറ്റിക്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വെയിറ്റ്, ഇതെല്ലാം നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇനി എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ന്യൂട്രീഷൻസ് ആവശ്യമാണ്. അയേൺ വേണം, ഫൈബർ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഗുഡ് ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വിറ്റമിൻസ് വേണം, ഫോളിക് ആസിഡ് വേണം. ഇതെല്ലാം അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ എഗ്ഗിൻ്റെ ക്വാളിറ്റി അവിടെ ഇൻക്രീസ് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് അവോക്കാഡോ ആണ്. കുറച്ച് ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. ഇതിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എഗ്ഗിൻ്റെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു പീരിയഡ്സിൻ്റെ സമയം മുതൽ ഓവുലേഷൻ്റെ സമയം വരെ ഒക്കെ നിങ്ങളപ്പോൾ അവോക്കാഡോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവോക്കാഡോ സാലഡ്സ് ആയിട്ട്, സ്മൂത്തീസ് ആയിട്ടും, അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഡയറക്റ്റ് ആരും അവോക്കാഡോ യൂസ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമാകാറില്ല. അതുകൊണ്ട് ഇങ്ങനെ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. രണ്ടാമത്തേതാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രാവിലെ നമ്മൾ സ്നാക്സിന് എടുക്കുന്ന ഒരുപാട് പയർ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ചെറുപയർ, വൻപയർ, അതുപോലെ കടല, വെള്ളക്കടല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും. ഇവയെല്ലാം തന്നെ എല്ലാ പയറുവർഗ്ഗങ്ങളും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇതിൽ അയൺ ഉണ്ട്, വിറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അതുപോലെ എസൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ശരീരത്തിൻ്റെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. രാവിലത്തെ സമയങ്ങളിൽ ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുമ്പോഴേക്കും സ്നാക്സിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക, പയറുവർഗ്ഗത്തിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുക കേട്ടോ. അതായത് പുട്ടും പയറും കൂടിയാണ് കഴിക്കുന്നതെങ്കിൽ പുട്ടിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക, പയറിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉച്ചയ്ക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒലത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കറിയുടെ അളവ് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എള്ളാണ്. എള്ളും എഗ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റിയിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. എഗ്ഗിന് നമുക്ക് എൻറ്റയർ ഒരു മന്ത് ഫുള്ള് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ 3 മാസത്തെ കണക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു 3 മാസം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. എഗ് ഗ്രോത്ത് നന്നായിട്ട് നടക്കാനായിട്ടുള്ള എല്ലാ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ എള്ള് എന്ന് പറയുന്നത്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് എഗ്ഗിൻ്റെ ഗുണങ്ങളുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് സെസമി സീഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം 1 ടീസ്പൂൺ എള്ള് എന്നുള്ള കണക്കിൽ പീരീഡ്സിൻ്റെ സമയം മുതൽ അടുത്ത പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന സമയം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രേസിൽ നട്ടൊക്കെ ഒരുപാട് സെലീനിയത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ പോലെയുള്ള ഷേപ്പിലിരിക്കുന്ന ബ്രേസിൽ നട്ട് ഓൾറെഡി അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ സെലീനിയം കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എഗ്ഗിനെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ക്രോമസോമൽ ഡിഫക്ട്സ് എഗ്ഗിനുണ്ടാകുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ആൻറ്റി ഓക്സിഡൻസ് നട്ട്സിൽ ഫുള്ളായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നിങ്ങളുടെ ഈവനിങ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ ബദാം ഉപയോഗിക്കുക, ബ്രേസിൽ നട്ട് ഉപയോഗിക്കുക, അതുപോലെ കാഷ്യൂനട്ട് ഉപയോഗിക്കുക, ബ്ലാക്ക് റൈസിന് ഉപയോഗിക്കുക. ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഉണങ്ങിയ അത്തിപ്പഴം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഉണക്കമുന്തിരി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് ബെറീസ്. സ്ട്രോബെറി, റാസ്ബെറി, ഇങ്ങനെ ബെറീസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ഐറ്റംസിലും തന്നെ വിറ്റമിൻ സിയും ഫോളേറ്റിൻ്റെ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതും നേരത്തെ നട്ട്സിൽ പറഞ്ഞതുപോലെ തന്നെ എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ എഗ്ഗിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് എഗ്ഗിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു വരുന്നത്. അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ലെയർ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നട്ട്സ് ബെറീസ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഫോളേറ്റ് എടുക്കുക, ഫോളേറ്റിൻ്റെ കണ്ടന്റ്, അയോണിൻ്റെ കണ്ടന്റ്, മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ്, കാൽഷ്യം, വിറ്റമിൻ എ, ബി, സി, ഇ, ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് എല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എഗ്ഗിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വലിച്ചു വാരി കഴിക്കേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈസിൻ്റെ അളവ് കൂട്ടിയിട്ട് ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങൾ കുറച്ചിട്ട് റൈസിൻ്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ സ്പൈസസിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. പക്ഷേ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് കൃത്യമായിട്ടുള്ള ഒരു സമയത്തിൽ റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ടുമുള്ളൊരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് വഴി കേട്ടോ. ഇത് ലഷ് ഹോർമോണിന്റെ പ്രവർത്തനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്ക് ക്വാളിറ്റിയോട് കൂടി അണ്ടർ റപ്ചർ ആകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിച്ചിട്ട് ചാനലിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. 2-3 ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം ആ ഒരു വെള്ളം പിറ്റേ ദിവസം തിളപ്പിച്ചിട്ട് വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓവുലേഷൻ ദിവസം വരെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ മതി. അതിനുശേഷം ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അടുത്ത ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ്പൂവിന് അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ വെണ്ടക്ക എന്ന് പറയുന്നത്. വെണ്ടക്ക നമ്മൾ ആ തലഭാഗവും വാൽഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് വെണ്ടക്കയാണെങ്കിൽ 2-3 നിങ്ങൾക്ക് എടുക്കാം. ലാർജ് സൈസ് വെണ്ടക്കയാണെങ്കിൽ 1-2 വെണ്ടക്ക മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അത് നടുവേ വെച്ച് മുറിച്ചിട്ട് 4-ആയിട്ടോ 6-ആയിട്ടോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം ആ വെള്ളം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് വെറും വയറ്റിൽ കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇത് ഗ്രാമ്പൂ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ വെണ്ടക്ക വെള്ളം ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഇതും നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഓൾമോസ്റ്റ് എല്ലാ സാഹചര്യങ്ങളും റെഗുലർ ആക്കി നോർമൽ ആക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കറുവപ്പട്ട വെള്ളം എന്ന് പറയുന്നത്. കറുവപ്പട്ടയും ഒരു നോർമൽ സൈസ് കറുവപ്പട്ട നിങ്ങൾ എടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നിങ്ങൾ കുതിർത്താനായിട്ട് വെച്ച് ആ ഒരു വെള്ളം പിറ്റേ ദിവസം തിളപ്പിച്ച് കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതും എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഫെർട്ടിലൈസേഷൻ്റെ ചാൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവയും ഇതുപോലെ ഉലുവ വെള്ളവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഉലുവ എടുത്ത് നമ്മൾ വെള്ളത്തിലിടുക. ഇതും തലേ ദിവസം കുതിർത്തി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് വേണം നിങ്ങൾ കുടിക്കാനായിട്ട്, അല്ലാണ്ട് പച്ചവെള്ളത്തിൽ നിങ്ങൾ കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ, നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളത്തിൽ ഈ ഉലുവ ഇട്ടിട്ട് കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ കുടിക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിനെ അപേക്ഷിച്ച് ഉലുവ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കയ്പ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും കൂടുതൽ ഉലുവ നിങ്ങൾ എടുക്കാതിരിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് നിങ്ങൾ കുതിർത്താനായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഗ്രാമ്പൂ വാട്ടറാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ കൺസീവ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്നവയാണ്. നമ്മൾ ഡയറ്റിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നാച്ചുറലി നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്കും ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് അണ്ടർ റപ്ചർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾ എടുക്കുന്നതോടൊപ്പം ഈ ടിപ്സ് ഹസ്ബൻഡും കൂടി പറഞ്ഞു കൊടുക്കുക, ഹസ്ബൻഡും കൂടി ഫോളോ ചെയ്യാനായിട്ട് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. അതുവഴി ഏറ്റവും ക്വാളിറ്റിയുള്ള സ്പോം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഈ 2 ഫാക്ടേഴ്സും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ക്വാളിറ്റി ഉള്ള ഒരു എംബ്രിയോ ഫോർമേഷൻ ശരീരത്തിൽ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിനും കുഞ്ഞിന്റെ ഗ്രോത്ത് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിനും അത് കാരണമാകും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു മാസം ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.